കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ ഹാസ്യാവിഷ്കാരമാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അടുത്ത 3 സ്തോത്രത്തോടു കൂടി കുമ്പനാട് ആത്മാവരി തിയേറ്റേഴ്സിന്റെ 63ാമത് കൺവെൻഷൻ, 63ാമത് രോഗശാന്തി നാടകം ആരംഭിക്കുകയായി. തള്ളരുത് സ്തോത്രമേ, അടുത്ത പന്തിക്കിരിക്കാം. ആ പാട്ടിടാൻ സമയമായില്ല. നാടകം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരറിയിപ്പ്. ഭക്ഷണം എത്തിയിട്ടില്ല, ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. പാട്ട് നിർത്തണ ചേട്ടാ, ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴാണ് അവന്റെയൊക്കെ ഒരു പാട്ട്. പിന്നെ ഒരു കാര്യം, എല്ലാ സ്റ്റേജിനെയും പോലെ ദോശയും തക്കാളിയും തന്നെ ഞങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കരുത്. നാടകം ആരംഭിക്കുന്നു. തള്ളരുത് സ്തോത്രമേ, അടുത്ത പന്തിക്കിരിക്കാം. ഇറങ്ങി വാടാ ജോഗി പുറത്ത്. നിനക്കറിയില്ല എന്റെ സ്വഭാവം. അയ്യോ ബ്രദർ സുധാകരനെ വിളിക്കരുതേ. 7 കൊലപാതകത്തിലെ പ്രതി അയാളെങ്ങാനും ഇറങ്ങി വന്നാൽ വരില്ല. അതങ്ങനെ നിങ്ങൾക്കറിയാം. അവൻ വീടും കൂട്ടി കുമ്പനാട് കൺവെൻഷന് പോകുന്നത് എന്റെ 2 കണ്ണും കൊണ്ട് ഞാൻ കണ്ടതാ. ചുമ്മാതല്ല സഹോദരി സൗദാമിനി, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് പാസ്റ്റർ. എന്നാലും സഹോദരി സൗദാമിനി, എന്താ പാസ്റ്റർ? നീ അകത്ത് പോയി എന്തെങ്കിലും എടുത്തു വേ, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. പാസ്റ്റർ എവിടെ പോകുന്നു? നിനക്കറിയില്ലേ, 6 മാസമായി ഈ വീട്ടിൽ കറണ്ടില്ല. അതിന് ബ്രദർ സാമുവിനെ കണ്ട് 30,000 രൂപയ്ക്ക് ഒരു ശുശ്രൂഷ നടത്തിയാൽ മാത്രമേ ഇതിനൊരു പ്രതിവിധിയാവുകയുള്ളൂ. 30,000 രൂപ ശുശ്രൂഷ നടത്താൻ നിങ്ങളുടെ കാശില്ല. 30 രൂപ കൊടുത്ത് ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിങ്ങളുടെ കാശില്ല. പാസ്റ്റർ ആരോ വരുന്നുണ്ട്. ശരി, ചോദിച്ചോളൂ. ആദ്യമായി താങ്കളുടെ പേരെന്താണ്? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. താങ്കളുടെ നാട് എവിടെയാണ്? നാടു വിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയെ യാനം ചെയ്തോനാം. താങ്കളുടെ വീട് എവിടെയാണ്? ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടലകുന്നു ഞാൻ വാഴുമങ്ങ്. താങ്കളുടെ മക്കളെ പറ്റി എന്തെങ്കിലും പറയാമോ? ആകാശമേ കേൾക്കാം, ഭൂമിയിൽ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. താങ്കൾ കുമ്പനാട് ഇലക്ഷൻ മെമ്പറായി നിന്നതിനെ പറ്റി എന്തെങ്കിലും പറയാമോ? നിന്നതല്ല ഞാൻ, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. താങ്കളുടെ ഭാവിയെ പറ്റി എന്തെങ്കിലും പറയാമോ? അറിയുന്നല്ലോ, ദൈവമെല്ലാം അറിയുന്നല്ലോ, എന്റെ ഭാവിയാകെ അറിയുന്നല്ലോ. ഇത്രയും നേരം എന്നോട് സഹകരിച്ചത് നന്ദി. സഹോദരി സൗദാമിനി, എന്താ പാസ്റ്റർ? മുളന്തടി കൺവെൻഷന് പത്തില് കിട്ടി. അതല്ല, നമ്മുടെ മോളെന്തേടി? എന്തൊരു കോലമാടി ഇത്. നമുക്ക് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? കർത്താവേ, കൈ വളരുന്നു കാൽ വളരുന്നു എന്ന് നോക്കി നടന്ന എന്റെ കുട്ടിയുടെ ദേഹത്ത് ഇതാ പൈശാചിക ബാധ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവേ, ത്രിസന്ധി സമയത്ത് എന്റെ മകളുടെ ദേഹത്ത് ബാധിച്ചിരിക്കുന്ന ഈ അഗ്നി ബാധയെ ഞാൻ ഈ നിമിഷം കൊണ്ട് മാറ്റുകയാണ്. പ്രവേശിക്കട്ടെ. ഇന്നലെ രാവിലെ ഗാനശുശ്രൂഷ എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോഴാണോ കയറി വരുന്നത്? സുഖുവോ? അതാരാണ്? ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കിള്ളിക്കുരിശ് മംഗലത്തിലെ രാമനമ്പൂതിരിപ്പാലിന്റെ ഏകമകൻ സുഖു. ഇനി അല്പസമയം നിങ്ങൾക്കും ഞങ്ങൾക്കും ചായ കുടിക്കാനുള്ള സമയം. ജൂൺ ആദ്യവാരം മുതൽ കുമ്പനാട് ആത്മാവരി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ രചയിതാവ്, ജർമ്മനിയിൽ പല നാടക സമിതികൾക്കും രചന നിർവഹിച്ചിട്ടുള്ള ശ്രീ ബ്രദർ തോപ്പിൽ പ്യൂപ്പി നിങ്ങളോട് 2 വാക്കുകൾ സംസാരിക്കുന്നു. അദ്ദേഹം എഴുതുന്ന കഥാപാത്രങ്ങളും ഇതിൽ വേഷമിടുന്നു. റവറൻഡ് ഹെഡ് മാസ്റ്റർ ബ്രദർ ശശി, ആനപ്പാപ്പാൻ, മാസ്റ്റർ രവി,
പ്രവർത്തകർ, രംഗപടം, വെൽഡിംഗ് പണി, മേക്കപ്പ്, കുറവലങ്ങാട് ശശാങ്കൻ, മീഡിയ, കയർ വിഷൻ, മുത്തുള പിയോ, തിരുവല്ല, ഗാന ശുശ്രൂഷ, ഗോസ്തൽ ടീം, രചന സംവിധാനം, മതിയാണ് കണങ്ങാൻ. കൺവെൻഷൻ സെന്ററിൽ കപ്പലണ്ടി വിറ്റുകൊണ്ടിരിക്കുന്ന ബ്രദർ ലിബിന്റെ ശ്രദ്ധയ്ക്ക്, നീ കപ്പലണ്ടി വിറ്റോ, പക്ഷേ ടപ്പോ ഒന്ന് പൊട്ടരുത്. കാരണം ഇവിടെ ഗാന ശുശ്രൂഷ നടത്തുന്ന ഗോസ്തൽ ടീമിന്റെ താളം തെറ്റുന്നതായി അറിയിപ്പുണ്ട്. ഞങ്ങളുടെ നാടകം ബുക്ക് ചെയ്യുന്നതിനായി സമീപ പ്രദേശങ്ങളിൽ ബ്രദർ ശശികുട്ടൻ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഓനശേഖ്, തിരുവല്ല നിങ്ങളെ സമീപിക്കുന്നു. നാടകം ആരംഭിക്കുന്നു. തള്ളരുത് സ്തോത്രമേ, അടുത്തു ബന്ധിക്കിരിക്കാം. നീ ആരാണ്? ഞാൻ കിള്ളിക്കുരിശ് മംഗലത്തെ രാമനമ്പൂതിരിപ്പാടിന്റെ നമ്പൂതിരിപ്പാടിന്റെ ഏകമകൻ സുഖുവേ. കൊടും പട്ടിണിയാണ്. തറവാട്ടിൽ നിന്നും മാറണം. മറഞ്ഞാൽ എന്നിട്ട് നീ വെള്ള ഷർട്ടും കറുത്ത പാൻറ് ഇടണം. ഇടാം ഞാൻ. എന്നിട്ട് നീ മീശ വടിച്ച് അടുത്തുള്ള പള്ളിയിൽ ചെന്ന് ഏതെങ്കിലും ഒരു അച്ഛന്റെ കാലിലെ നഖം വെട്ടി ചന്ദനത്തോപ്പിൽ കൊണ്ട് ചെന്ന് കത്തിച്ച് നിന്റെ ആഗ്രഹം തീർക്കാം, ആശ തീർക്കാം. എന്നിട്ട് നീ ഒരു കൺവെൻഷൻ നടത്ത. അപ്പോൾ എന്റെ മകൾ ഗ്ലോറിയെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. ഞാൻ മീശ പഠിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറിയ ഗ്ലോറിയ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മകൾ ഗ്ലോറിയെ, ഇനിയും നിന്റെ കടമ എന്താന്ന് വെച്ചാൽ അടുത്തുള്ള സ്റ്റാൻഡിൽ പോയി ഏതെങ്കിലും ഒരു നമ്പൂതിരിപ്പാടിന്റെ സുഖുവിനെ കൊണ്ടുവാ. വരാൻ വെച്ചാ. അപ്പോൾ നിന്റെ പാസ്റ്ററച്ചനവരെ സാബു പാസ്റ്ററോ സാബു ബ്രദറോ ആക്കാം. ശമ്പള മോദന ശീതളമാനെ അമ്മേൻ 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 ഗ്ലോറിക്ക് ശമ്പളവും സീസൺ ചെട്ടി ചെയ്തോരം മുറുക്കാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹൃദയരെ, ഈ നാടകം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വിവരം ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കണം. കാരണം ഇതുവരെ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല.